എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ്. ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ആ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5-6 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുമ്പോൾ വിറകടുപ്പിലൊക്കെ ഈർക്കിളിയിലൊക്കെ കൊളുത്തിയിട്ട് ചുട്ടെടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കണം. ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഉള്ളിയും ഈ വറ്റൽ മുളകും ഈ പുളിയും ഒക്കെ ഒന്ന് വാടി വരണം കേട്ടോ. ഇവിടെ ഉള്ളിയും മുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെന്നിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഞാൻ തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ടുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. നല്ലോണം പേസ്റ്റ് പോലെയൊന്നും ആവണ്ട കേട്ടോ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉരുളയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. നന്നായിട്ട് ചോറുണ്ണാൻ. നമുക്ക് ദോശയുടെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. ഈ ചമ്മന്തി കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചുട്ടരച്ച ചമ്മന്തി, നമ്മുടെ തേങ്ങാ ചമ്മന്തി, നാടൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.